സൂര്യചന്ദ്ര ഭാഗം 11. അതിനിടയിൽ അവൻ്റെ കണ്ണിൽ പതിഞ്ഞത് ആതിരയുടെ കേസിലെ ചില കയ്യെഴുത്ത് കുറിപ്പുകളാണ്. വിറ്റ്നസ്, ഓർഫനേജ് കെയർടേക്കർ, മെൻഷൻഡ് 2 ഗേൾസ്, മെഡിക്കൽ സ്റ്റുഡൻസ്, പ്രസൻറ്റ് ഓൺ സൈറ്റ് ബിഫോർ ഇൻസിഡൻറ്റ്. രുദ്രൻ ആ വാക്കുകൾ വായിച്ചപ്പോൾ അവൻ്റെ ചുണ്ടുകൾ ചെറുതായി മുറുകി. 2 പേർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ. അതെ, ആ ദിവസം അതേ സ്ഥലത്ത് സൂര്യയും ചന്ദ്രയും ആണോ മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം യാദൃച്ഛികമായാണോ? അവൻ 2 കൈകളും ടേബിളിൽ കുത്തി തലയിൽ കൈവച്ചുകൊണ്ട് ആലോചിച്ചു. അന്ന് ഫ്ലാറ്റിൽ രുദ്ര ഫയലുകൾ വീണ്ടും നോക്കാൻ തുടങ്ങി. എന്നിട്ട് അവനൊരു പേപ്പറിൽ കുറിച്ചു: ആതിര കേസ്, ഓർഫനേജ് ആക്സിഡൻറ്റ്, സൂര്യചന്ദ്ര, AMCT ഹോസ്പിറ്റൽ, ആരോഗ്യ മെഡിക്കൽ കെയർ ട്രസ്റ്റ്. ഓരോ ഫയലും അവൻ്റെ ജീവിതത്തിലെ വേറിട്ട പാളികൾ പോലെ. കസേരയിൽ പിന്നോട്ട് ചാഞ്ഞിരുന്നു രുദ്ര. തൻ്റെ കണ്ണുകൾ മുറുക്കി അടിച്ചു. പെട്ടെന്നാണ് നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടത്. ഇത്രയും നേരത്തെ ആലോചനയ്ക്കിടയിൽ കോഫി തണുത്തു പോയിരുന്നു. ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ കറുപ്പിൽ നിന്നും തെളിഞ്ഞു. ആരോ അയച്ച ഒരു കോൺഫിഡൻസ് മെയിൽ. സബ്ജക്റ്റ് ലൈൻ: ഫുട്ടേജ് ഓർഫനേജ് നൈറ്റ്. ക്ലിക്കിൻ്റെ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. വീഡിയോ തുറന്നു. മങ്ങിയ ലൈറ്റിൽ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് ഗേറ്റ് വഴി പുറത്തേക്ക് പോകുന്ന ഒരാൾ. അയാൾ ചുറ്റും നോക്കി വേഗത്തിൽ പുറത്തേക്ക് നടന്നു. വെളിച്ചം അയാളുടെ മുഖത്ത് വീണ നിമിഷം രുദ്രൻ്റെ വിരലുകൾ ടേബിൾ മേൽ നിശ്ചലമായി. വിശ്വനാഥൻ, വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയറിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. കഴിഞ്ഞ ആഴ്ച തൻ്റെ ഓഫീസിൽ വന്ന് സൂര്യയെയും ചന്ദ്രയെയും അപമാനിച്ച വ്യക്തി. രുദ്രൻ്റെ ഹൃദയമിടിപ്പ് ശക്തമായി. ആതിരയുടെ മരണം ആ രാത്രി അയാൾ തന്നെയാണോ അവിടെ നിന്ന് ഇറങ്ങിയത്? അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. ബാൽക്കണിയിലേക്ക് നടന്നു. പിന്നെ വീണ്ടും തിരിച്ചു വന്നു. തൻ്റെ കൈകൾ മേശമേൽ വെച്ചുകൊണ്ട് മുന്നോട്ട് ഒന്ന് കുനിഞ്ഞു. സൂര്യയും ചന്ദ്രയും ഇത് കണ്ടിട്ടുണ്ടോ? അവർക്കറിയാമെങ്കിൽ അവർ മറച്ചു വെച്ചത് എന്തിനാണ്? അല്ലെങ്കിൽ അവർ തന്നെയാണോ ഈ തെളിവ് സൃഷ്ടിച്ചത്? തലയിൽ ഓരോ സംശയങ്ങൾ അവൻ്റെ പൊട്ടിത്തെറിച്ചു. അവൻ ഫോണെടുത്തു. SI വിനോദ് കുമാറിനെ വിളിച്ചു. വിനോദ്, ആ ഓർഫനേജിൽ ക്യാമ്പ് നടന്ന ദിവസത്തെ CCTV മുഴുവനും എനിക്ക് വേണം. ഒരു ഫ്രെയിമും ഒഴിവാവരുത്. സർ, ആ ഫുട്ടേജ് മുമ്പ് കിട്ടിയിരുന്നില്ല. പക്ഷേ നമുക്ക് ശ്രമിക്കാം. ശ്രമിക്കേണ്ട, എനിക്ക് വേണം. രുദ്രൻ്റെ ശബ്ദം കട്ടിയുള്ളതായിരുന്നു. അപ്പോഴേക്കും വാതിൽ തുറന്നു. ശിവ അകത്തേക്ക് കയറി. കയ്യിൽ ഒരു ഫയൽ, മുഖത്ത് ഒരു സംശയത്തിൻ്റെ നിഴൽ. രുദ്ര ടെൻഷനിലാണ് എന്ന് അവന് തോന്നി. എന്താണ് രുദ്ര? ഒന്നും പറയാതെ രുദ്ര ലാപ്ടോപ്പിലേക്ക് വിരൽ ചൂണ്ടി. വീഡിയോ വീണ്ടും പ്ലേ ചെയ്തു. ശിവ അത് കണ്ടു. മണിക്കൂറിനുള്ളിൽ അവൻ്റെ മുഖം ഗൗരവത്തിലായി തീർന്നു. വിശ്വനാഥൻ? അതെ, രുദ്ര മന്ദമായി പറഞ്ഞു. ഇതാണ് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ശിവ. പക്ഷേ ഈ വീഡിയോ അവർക്കെങ്ങനെ കിട്ടി? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്, രുദ്ര മറുപടി പറഞ്ഞു. അവൻ സാവധാനം കസേരയിലേക്ക് ഇരുന്നു. ചുണ്ടിൽ അല്പം പുഞ്ചിരിയോടെ. സൂര്യയും ചന്ദ്രയും ഇങ്ങനൊരു ഫുട്ടേജ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അവർ വെറും വിദ്യാർത്ഥികളല്ല. അവർ അന്വേഷിക്കുന്നു എന്തിനെയോ. ശിവ അവനെ നോക്കി. നീ അവരെ സംശയിക്കുന്നുവോ? അവരാണ് ഇത് അയച്ചതെന്ന് നീ സംശയിക്കുന്നുണ്ടോ രുദ്ര? സംശയമല്ല, ഞാൻ ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. രുദ്ര, നീ അവരിൽ ഒരാളെ വിശ്വസിക്കാൻ തുടങ്ങി. അതാണ് നിന്റെ പിഴവ്, ശിവ പറഞ്ഞു. രുദ്ര അവൻ്റെ കണ്ണിലോട്ട് നോക്കി. ചന്ദ്ര. അവൻ്റെ ശബ്ദം പതിയെയായിരുന്നു. അവൾ പറയാത്തതിലും കൂടുതലാണ് അവളുടെ കണ്ണുകളിൽ എഴുതിയിരിക്കുന്നത്. ശിവ ശ്വാസം ആഞ്ഞു വലിച്ചു. ഫയൽ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് എഴുന്നേറ്റു. സ്നേഹം അന്വേഷണത്തിന് വലിയ വില കൊടുക്കും രുദ്ര. രുദ്ര നിശബ്ദമായി ഒന്ന് ചിരിച്ചു. എനിക്കതറിയാം. അതേസമയം സൂര്യയും ചന്ദ്രയും ഓർഫനേജിൻ്റെ ഒരു മുറിയിൽ തേജുവിനോടൊപ്പം ഇരിക്കുന്നു. വീഡിയോ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന തേജ് പറഞ്ഞു, ഇത് വലിയ അപകടമാണ്. നിങ്ങളെ ഇതിൽ പിടിച്ചാൽ. അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ്, ഞങ്ങൾ ഇതിനകം തന്നെ അപകടത്തിലാണല്ലോ തേജു. ഇനി പിൻവാങ്ങാനില്ല. ചന്ദ്രയുടെ കണ്ണുകൾ ജനാലയിൽ നിന്നും ആകാശത്തിലേക്ക്. അവൻ, രുദ്ര, ഇതൊക്കെ കണ്ടാൽ നമ്മളെ സംശയിക്കുമോ? സൂര്യ തലയിണയിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു. അവൻ നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. അല്ല, എൻ്റെ വിശ്വാസമാണ് സൂര്യ.
അതിനും അതിരുണ്ട് ചന്ദ്ര. വൈകുന്നേരം രുദ്രൻ്റെ ടേബിൾ മേൽ ഫോൺ റിങ് ചെയ്തു. അവൻ എടുത്തു. സർ, നിങ്ങൾ ആവശ്യപ്പെട്ട ഫൂട്ടേജ് കിട്ടി. SI വിനോദ്. അവിടെ ഒരു കാര്യമാണ് കാണുന്നത്. വിശ്വനാഥൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. ഒരു സ്ത്രീയാണ്, പക്ഷെ മുഖം കാണുന്നില്ല. രുദ്രൻ്റെ വിരലുകൾ നിശ്ചലമായി. ഒരു സ്ത്രീയോ? അതെ സർ. മുറിയിൽ വീണ്ടും നിശബ്ദത വീണു. സൂര്യയോ ചന്ദ്രയോ? അവൻ ചിന്തിച്ചു. രാത്രിയുടെ അറ്റത്ത് നിശബ്ദത ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഹെഡ് ഓഫീസ്. കമ്പ്യൂട്ടർ സ്ക്രീനുകൾ മങ്ങിയ വെളിച്ചത്തിൽ മിന്നി. മഴയാൽ നനഞ്ഞ ഗ്ലാസ് വിൻഡുകൾക്കപ്പുറം മിന്നലുകൾ ഇടിഞ്ഞു വീഴുന്നു. രുദ്ര തൻ്റെ ഡെസ്കിൽ കുനിഞ്ഞിരുന്നു കൊണ്ട് ആ മെയിൽ വീണ്ടും നോക്കുന്നു. അവൻ ലാപ്ടോപ്പ് സ്ക്രീനിൽ വീഡിയോ തുറന്നു. CCTV ഫീഡ്. മെഡിക്കൽ ക്യാമ്പ്, ഓർഫനേജ്, കോമ്പൗണ്ട്. 10:47 PM. അവൻ ശ്രദ്ധിച്ചു. ഫ്രെയിമിൻ്റെ അറ്റത്ത് ഒരാൾ. സ്ലോ മോഷനിൽ നീങ്ങുന്ന ആ മുഖം. ചാരനിറമുള്ള സാരി, മുറിയിലേക്കുള്ള നിഴലുകൾ അവളെ കവർന്നിരുന്നു. രുദ്ര പെട്ടെന്ന് എഴുന്നേറ്റു. ചന്ദ്ര! അവൻ്റെ ശബ്ദം വിറച്ചു. അതായിരുന്നു അതേ മുഖം, അതേ ചലനം. അവൻ പാടെ തറഞ്ഞു നിന്നു. ഇതെന്താ? ആ രാത്രിയിൽ അവളെ അവിടെ കണ്ടത് എങ്ങനെ? അവൻ മുഴുവൻ വീഡിയോയും വീണ്ടും റിവൈൻഡ് ചെയ്തു. ഓരോ ഫ്രെയിമിലും അവൻ സൂക്ഷിച്ചു നോക്കി. അതെ, അത് ചന്ദ്രയായിരുന്നു. അവൻ മനസ്സിൽ ഉറപ്പിച്ചു. തീർച്ച. പക്ഷേ അതേ സമയത്ത് 1 കിലോമീറ്റർ അകലെയുള്ള ഫ്ലാറ്റിൽ സൂര്യയും ചന്ദ്രയും റിയയും സാൻവിയും തേജുവും വിനയ്, വിജയ് എല്ലാവരും ഇരുന്ന് ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. അവൻ ഇത് കണ്ടാൽ തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കും. സൂര്യ പതിയെ പറഞ്ഞു. അതെ, പക്ഷേ അതാണ് വേണ്ടതും. ചന്ദ്രയുടെ മുഖത്ത് ഒരു ദുഃഖപുഞ്ചിരി. രുദ്ര അവരെ പിന്തുടരാതിരിക്കണമെങ്കിൽ അവൻ ഈ വീഡിയോയിൽ തന്നെ കൊടുങ്ങണം. മഴയുടെ ശബ്ദം മുറിയിൽ നിറഞ്ഞു. ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ അവരാരും കാണാൻ ഇഷ്ടപ്പെടാത്ത ആ മുഖം. അവരറിയുന്നു അത് ചന്ദ്രയല്ല, അത് മീരയാണ്. സൂര്യ ആ വീഡിയോ എടുത്തു നോക്കി. മീരയുടെ മുഖത്ത് ചന്ദ്രയുടെ പ്രതിഫലനം പോലെ. ഒരേ താളം, ഒരേ ശൈലി, ഒരേ നോട്ടം. പക്ഷേ അതിന് പിന്നിലുണ്ട് വർഷങ്ങളുടെ വേദനയും നിഗൂഢതയും. തേജു പതിയെ ചോദിച്ചു. മീര നിങ്ങളുടെ അമ്മയല്ലേ? അതെ. സൂര്യയുടെ ശബ്ദം വിറച്ചു. ഞങ്ങൾക്ക് അങ്ങനെ അമ്മയെ കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല. ഞങ്ങളുടെ അമ്മയും അച്ഛനും എല്ലാം ഗായത്രി ദേവി എന്ന ഞങ്ങളുടെ അമ്മമ്മയാണ്. സ്വന്തം സുഖത്തിനു വേണ്ടി ജന്മം നൽകിയ മക്കളെപ്പോലും ഇട്ടിട്ട് പോയ അവരെ അമ്മയെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ അതൊന്നുമല്ലല്ലോ. ആതിര, അവളെ എന്തിനാണ് അവൾ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത്? അത് പറയുമ്പോൾ ചന്ദ്രയുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, അവൾ മരിച്ചുപോയി. തേജു നിശബ്ദമായി തല കുനിച്ചു. ഇല്ല, മരിച്ചു പോയതല്ല, അവളെ കൊന്നതല്ലേ, തേജു പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീർ തുള്ളികൾ താഴേക്ക് ഒഴുകുന്നത് കണ്ട എല്ലാവർക്കും സങ്കടം തോന്നി. എന്നാലും മീര, അവരെന്തിനാണ് നിങ്ങളുടെ എതിരാളിയായ വിശ്വനാഥനോടൊപ്പം? അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അവർ ഞങ്ങളെ വിട്ടുപോയത് സുഖത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഭർത്താവിനോട് തോന്നിയ ഈഗോയാണോ? അതുമല്ലെങ്കിൽ വിശ്വനാഥനോടൊപ്പം കൂടാൻ വേണ്ടിയാണോ? ഒന്നും അറിയില്ല. അല്ലെങ്കിൽ അവർ തന്നെയാണോ ഇതിനെല്ലാം പിന്നിൽ? ആണെങ്കിൽ നമ്മളത് അംഗീകരിക്കണം. അത് അവരാണല്ലോ നമ്മുടെ ആതിരയെ. അതോർത്ത് മാത്രമാണ് വേദന, അംഗീകരിക്കാൻ പറ്റാത്തതും. അതേസമയം രുദ്രൻ്റെ ഓഫീസിൽ അവൻ ചന്ദ്രയുടെ ഫോട്ടോയും ആ വീഡിയോയിലെ സ്ത്രീയുടെ ഫ്രെയിം ക്യാപ്ചറും ഒപ്പം വെച്ച് നോക്കി. രണ്ടും ഒരുപോലെ, ഒരേ മുഖം, ഒരുപോലത്തെ ചലനം. അതെ, നീ തന്നെയാണ് ചന്ദ്ര. അവൻ ശ്വാസം വീണ്ടെടുത്തു. അവൻ്റെ ഉള്ളിൽ പടർന്നു തുടങ്ങുന്ന സംശയം. അവൾ ഇത്രയും ദിവസം തൻ്റെ മുന്നിൽ അഭിനയിച്ചതോ? പെട്ടെന്ന് വാതിൽ തുറന്ന് ശിവ അകത്തേക്ക് വന്നു. രുദ്ര, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? നീ വന്നപ്പോൾ മുതൽ ഇതേ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുന്നു, രുദ്ര പറഞ്ഞു. ശിവ, നീ ഈ വീഡിയോ ഒന്ന് നോക്ക്. നിനക്ക് എന്തു തോന്നുന്നു? ശിവ നോക്കി. കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. അവൻ്റെ നെഞ്ചിടിപ്പ് ഏറി. അവനത് സൂര്യയായിട്ടാണ് തോന്നിയത്. ഇത് സൂര്യയാണെന്ന് തോന്നുന്നു. രുദ്രൻ്റെ കണ്ണുകൾ തിളങ്ങി. നിനക്കത് സൂര്യയായിട്ടാണ് തോന്നിയത്? രുദ്ര ചോദിച്ചു.
അതെ, ഞാനന്ന് കണ്ടപ്പോൾ അവളെ ശ്രദ്ധിച്ചിരുന്നു. അവളെ ഓരോ ചലനങ്ങൾ പോലും, ശിവ പറഞ്ഞു. പക്ഷെ ശിവ, എനിക്കിത് ചന്ദ്രയായിട്ടാണ് തോന്നിയത്, രുദ്ര പറഞ്ഞു. ഇതില് മുഖം വ്യക്തമല്ലല്ലോ, ഒരു നിഴലല്ലേ? അത് കണ്ടപ്പോൾ ശരിക്കും ചന്ദ്രയെ പോലെ തോന്നുന്നു. അവളുടെ നടപ്പും കാര്യങ്ങളും ആണ് എനിക്കതിൽ കാണാൻ പറ്റിയത്, രുദ്ര പറഞ്ഞു. പക്ഷേ എനിക്കത് സൂര്യയായിട്ടാണ് തോന്നിയത്, ശിവ പറഞ്ഞു. രണ്ടുപേരും അല്പസമയം അവിടെ തന്നെ ഇരുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ സൂര്യയുടെയും ചന്ദ്രയുടെയും മുഖം മാറി മാറി തെളിഞ്ഞു. ഇത് സൂര്യയായിട്ടും ചന്ദ്രയായിട്ടും തോന്നിയത് കൊണ്ട് ഞാനിനി കാത്തിരിക്കുന്നില്ല. ഇതിൻ്റെ സത്യം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അവൻ തൻ്റെ റിവോൾവർ എടുത്തു. ഫയൽ ഹോൾഡറിൽ വീഡിയോ ചേർത്തു. അവരെ നേരിട്ട് കണ്ട് ചോദിക്കാം. ഇതേ സമയം മറ്റൊരിടത്ത് മീൻ പിടിക്കുന്നവരുടെ ബോട്ട് കടലിൽ നിഴലായി നീങ്ങുന്നു. അവിടെ നിന്ന് ദൂരെയായി ഒരു പഴയ ഗോഡൗൺ. അതിന് മുകളിൽ വിശ്വനാഥൻ്റെ സ്വകാര്യ ലബോറട്ടറി. അവിടെ മീര നിൽക്കുന്നു. മഞ്ഞ വെളിച്ചത്തിൽ അവളുടെ മുഖം തെളിയുന്നു. വിശ്വനാഥൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നിനക്ക് മനസ്സിലായിരിക്കുമല്ലോ മീര, നമ്മളിൽ നിന്നും ഇവരിൽ ആരും സത്യം കണ്ടെത്തരുത്. മീര കണ്ണുകൾ അടച്ചു പറഞ്ഞു. വിശ്വനാഥ, അവരെൻ്റെ മക്കളാണ്. അയാളുടെ മുഖം കടുത്തു. നിനക്ക് അമ്മയാണെന്ന് ഇപ്പോഴാണ് ഓർമ്മ വന്നത്? നീ ഒരിക്കൽ അവർക്ക് ജീവൻ നൽകി, പിന്നീട് ഉപേക്ഷിച്ചതുപോലെ ഇപ്പോൾ അവർക്കായി മൗനം പാലിച്ചാൽ മതി. മീരയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം. അതേസമയം കടലിൻ്റെ മറ്റൊരറ്റത്ത് സൂര്യയും ചന്ദ്രയും തേജും കൂട്ടുകാരും തങ്ങളുടെ മിഷന് തയ്യാറാവുന്നു. നാളെ രാത്രിയാണ് എല്ലാം തീരേണ്ടത്, സൂര്യ പറഞ്ഞു. വിശ്വനാഥൻ്റെ ഡാറ്റാ സെർവറിൽ നിന്നും മീരയുടെ രേഖകൾ കിട്ടിയാൽ നമുക്കറിയാൻ പറ്റും ആരാണ്, എന്തിനാണ്, നമ്മുടെ ആതിരയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് ശിക്ഷയാണ് അവളുടെ ജീവനെടുത്തവർക്ക് നൽകേണ്ടതെന്ന്. അത് ഞാൻ തീരുമാനിക്കും, തേജു അവരെ നോക്കി പറഞ്ഞു. ആതിരയ്ക്ക് വേണ്ടി ഞാൻ പോരാടും. പോരാട്ടമല്ല, ഇതൊരു തീർത്ഥയാത്രയാണ്, പലർക്കും മോക്ഷം കൊടുക്കാനുള്ള ഒരു യാത്ര, സൂര്യ പറഞ്ഞു. ഇതേ സമയം ഉറക്കമില്ലാതെ ഇരിക്കുകയാണ് രുദ്രും ശിവയും. രുദ്രൻ്റെ മനസ്സിൽ അവൻ ആദ്യമായിട്ട് കോഴിക്കോട് വന്നിറങ്ങിയ ദിവസം ഓർമ്മ വന്നു. അവൻ ചാർജ് എടുക്കാൻ വരികയാണ്. അന്നാണ് അവൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കേസിനെ കുറിച്ചാണ്. ആതിര ആക്സിഡൻറ്റ്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആതിര എന്ന മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ മരണം. അത് ആക്സിഡൻ്റ് ആയിട്ടാണ് അന്ന് അന്വേഷിക്കാൻ വന്നവർ എഴുതി തള്ളിയത്. പെട്ടെന്ന് തന്നെ അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആക്സിഡൻ്റ് അല്ല, അതൊരു മർഡർ ആണെന്നും അതിന് പിന്നാലെ പോയാൽ ഒരുപാട് കേസുകൾക്ക് ഉത്തരം കിട്ടുമെന്നും ഉള്ളതായിരുന്നു മെയിൽ. അതുകൊണ്ട് തന്നെയാണ് താൻ ചാർജ് എടുത്തതും ആദ്യം ആ കേസിനെ പറ്റി അന്വേഷിക്കണമെന്ന് തീരുമാനിച്ചതും. പക്ഷേ ആ സമയത്താണ് മെഡിക്കൽ കോളേജ് ക്യാമ്പ് നടത്തിയിടത്തേക്ക് ഒരു വാഹനം ഇടിച്ചു കയറുന്നതും കുറച്ച് കുട്ടികൾക്ക് പരിക്കുകൾ സംഭവിക്കുന്നതും. അന്ന് ആ തിരക്കിനിടയിൽ ഇത് മറന്നെങ്കിലും പെട്ടെന്ന് തന്നെ ഈ കേസും മെഡിക്കൽ ക്യാമ്പിൽ വെച്ചുണ്ടായ അപകടവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് തോന്നിയത്. അപകടമാണ് എന്ന് എഴുതി തള്ളിയത് കൊണ്ട് വ്യക്തമായ തെളിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ അതിനായി തെളിവുകൾ ശേഖരിച്ചതും. അതിന് തന്നെ സഹായിച്ചത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളല്ല. താൻ ഈ കേസിന് ഇറങ്ങിയപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരെയും കൂടെ കൂട്ടിയില്ല. താൻ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം കുറച്ചുനാൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെയുള്ളവർ തൻ്റെ കൂട്ടുകാരായതുകൊണ്ട് ഇതിനും അവരെ തന്നെയാണ് ആശ്രയിച്ചത്. അവരിൽ നിന്നാണ് കുറച്ചധികം തെളിവുകൾ തൻ്റെ കയ്യിലേക്ക് എത്തിയത്. അതിനിടയിൽ കൂടിയാണ് പ്രതീക്ഷിക്കാതെ ഇന്ന് മെയിലും ഈ ക്യാമറ വിഷ്വൽസും തൻ്റെ കയ്യിലേക്ക് വന്നു പെടുന്നത്. ആരോ ശക്തമായി ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ അവന് തോന്നി. അതിന് തന്നെയും നിയന്ത്രിക്കുന്നത് പോലെയും അവന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അത് സൂര്യയും ചന്ദ്രയും ആണ് ആ തെളിവുകൾ തനിക്ക് അയച്ചു തന്നത് എന്ന് പോലും അവന് തോന്നിയത്. അവരാണ് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പോലും അവന് തോന്നി. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ. അവർ തെറ്റ് ചെയ്തിട്ട് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണോ ഇതൊക്കെ എന്ന് അവന് തോന്നി. പെട്ടെന്ന് തന്നെ മനസ്സിലിരുന്ന് അങ്ങനെയല്ല എന്നും ആരോ പറയുന്നുണ്ട്. തൻ്റെ തോന്നലുകൾ സത്യമാവാറുണ്ട്. പക്ഷേ ഇവിടെ തൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ആകർഷണം തോന്നിയ ഒരു പെണ്ണ്. അതുകൊണ്ടാണ് അവളെ തനിക്ക് തെറ്റുകാരിയായിട്ട് കാണാൻ പറ്റാത്തത്, തൻ്റെ മനസ്സ് അതിന് സമ്മതിക്കാത്തത് എന്ന് അവന് തോന്നി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഈ സ്റ്റോറി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ചെയ്യുന്നത്.
അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കൂടിയേ തീരൂ. എല്ലാവരും കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു വരി എനിക്ക് വേണ്ടി ഒന്ന് കുറിക്കണേ. പിന്നെ ഇതിലെ ഭാഗങ്ങൾ ചേർത്തുള്ള ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ അതും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അതും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.